إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവൻ വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തഖ്വയോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് ഹിജ്റ പോകാൻ അവസരം ലഭിച്ച, അനുവാദം ലഭിച്ച സന്ദർഭമാണ്. സ്വഹാബാക്കളൊക്കെ പോയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിൽ തന്നെയാണുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുക്കൽ വന്ന് ഹിജ്റ പോകട്ടെ എന്ന അനുവാദം ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ധൃതി കാണിക്കരുത്, താങ്കൾക്ക് യാത്രയിൽ ഒരു കൂട്ടുകാരനെ ലഭിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഹിജ്റ പോകാൻ അനുവാദം ലഭിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ ഒരു നട്ടുച്ചക്ക് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അബൂബക്കർ, ഹിജ്റക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നു, പ്രവാചകനെ, എനിക്ക് താങ്കളോടൊപ്പം സഹവാസമുണ്ടോ യാത്രയിൽ? അതെ, താങ്കൾക്ക് എൻ്റെ കൂടെ യാത്രയിൽ സഹവാസമുണ്ട് എന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരാൾ സന്തോഷം കൊണ്ട് കരയുന്നത് ഞാൻ നേരിൽ കാണുന്നത് ആദ്യമായിട്ടാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റയിൽ യാത്ര പോവുകയാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ച് സമയം മുന്നിൽ നടക്കും, കുറച്ച് സമയം പ്രവാചകൻ്റെ പിന്നിൽ നടക്കും, കുറച്ച് സമയം വലതുഭാഗത്ത് നടക്കും, കുറച്ച് സമയം ഇടതുഭാഗത്ത് നടക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് അബൂബക്കർ താങ്കൾ ഇങ്ങനെ പല ഭാഗത്തായി നടക്കുന്നത്? അദ്ദേഹം മറുപടി പറയുന്നു, പ്രവാചകരെ, ചിലപ്പോൾ എനിക്ക് തോന്നും താങ്കളെ ആരെങ്കിലും മുന്നിൽ നിന്ന് ആക്രമിക്കാൻ വന്നാലോ, ആ സമയത്ത് ഞാൻ മുന്നിലൂടെ നടക്കും. ചിലപ്പോൾ എനിക്ക് തോന്നും താങ്കളെ പിന്നിൽ നിന്ന് ആരെങ്കിലും ആക്രമിച്ചാലോ, അപ്പോൾ ഞാൻ പിന്നിലൂടെ നടക്കും. വലതുഭാഗത്തു നിന്നോ ഇടതുഭാഗത്തു നിന്നോ താങ്കൾക്ക് അക്രമം ഉണ്ടായാലോ എന്ന് കരുതി ഞാൻ അങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ആ സമയത്ത് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, അബൂബക്കർ, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് പകരം താങ്കൾ കൊല്ലപ്പെടണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞത്, വല്ലദി ബഅതക ബിൽ ഹഖ്, താങ്കളെ സത്യം കൊണ്ട് നിയോഗിച്ചവൻ തന്നെയാണ് സത്യം, അള്ളാഹു തന്നെയാണ് സത്യം. അതെ, താങ്കൾക്ക് പകരം ഞാൻ മരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇതായിരുന്നു സഹാബാക്കൾ പ്രവാചകനെ സ്നേഹിച്ചതിൻ്റെ, സ്വഹാബാക്കളുടെ പ്രവാചക സ്നേഹത്തിൻ്റെ, മഹബ്ബത്തു റസൂലിൻ്റെ രൂപമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ചരിത്രത്തിൽ കാണാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകൻ കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ പോലും, അതിനുള്ള അവസരം ഉണ്ടാകുമ്പോൾ പോലും പ്രവാചകനെ സംരക്ഷിക്കാൻ അവരുടെ സ്വയം ജീവൻ സമർപ്പിച്ച സ്വഹാബാക്കളെ ചരിത്രത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമായ ബാധ്യതയാണ്. ഒരുപാട് കാരണങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നതിന് വേണ്ടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളെയും പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിച്ച ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് ഹിദായത്ത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഭൂമിയിൽ ലഭിച്ചിട്ടുള്ളതായ മുഴുവൻ അനുഗ്രഹങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ അതെല്ലാം മരണത്തോടുകൂടി അവസാനിക്കുന്നതാണ് എങ്കിൽ ഹിദായത്ത് എന്ന അനുഗ്രഹം നമുക്ക് അതിൻ്റെ അങ്ങേയറ്റത്തെ പ്രതിഫലം, നേട്ടം ലഭിക്കുന്നത് മരണത്തിന് ശേഷമാണ്. ആ നിലക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ വളരെ വലിയ, വളരെ മഹത്തായ ഒരു അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത്.
ആ ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ കാരണമാക്കിയത് ആ റസൂലിനെയാണ് എന്നത് പ്രവാചകനെ സ്നേഹിക്കുവാനുള്ള കാരണങ്ങളിൽ വളരെ വലിയ ഒന്നാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് പ്രവാചകനെ ഹിദായത്ത് കാണിക്കുവാൻ കാരണക്കാരനാക്കി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അവൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നു. ഏത് അനുഗ്രഹം? ഇദ് ബഅസ ഫീഹിം റസൂലൻ, അവർക്ക് ഒരു റസൂലിനെ നിയോഗിച്ചു കൊടുത്തു. മിൻ അൻഫുസിഹിം, അവരുടെ കൂട്ടത്തിൽ നിന്ന്. യത്ലു അലൈഹിം ആയാതിഹി, ആ റസൂൽ ചെയ്യുന്നത് എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകളെ അവർക്ക് ഓതിക്കൊടുക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിത്തരുന്നു. വയുസക്കീഹിം, അവർക്ക് തസ്കിയത്ത് നൽകുന്നു. വയുഅല്ലിമുഹും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനു മുമ്പ് അവരാകട്ടെ വ്യക്തമായ വഴികേടിലായിരുന്നു. അങ്ങനെ വ്യക്തമായ വഴികേടിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ അവർക്ക് ഹിദായത്ത് കാണിച്ചു കൊടുത്ത, അവർക്ക് തസ്കിയത്ത്, ഹൃദയവിശുദ്ധി കാണിച്ചു കൊടുത്ത, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്ത ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എന്നുള്ളത്, ആ ഹിദായത്ത് കാണിക്കാൻ നൽകി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ അനുഗ്രഹമായി എടുത്തു പറയുകയാണ്. ആ അനുഗ്രഹം തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്നുള്ളത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ നേതാക്കന്മാരെ പോലെ ഒരു നേതാവായിരുന്നില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടൊപ്പം ജീവിച്ച ഒരു നേതാവായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബത്തിനെ സ്നേഹിച്ച ഒരു നേതാവായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോടൊപ്പം എല്ലാ സന്ദർഭങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ശേഷമുള്ള ആളുകളെയും സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ ജീവിതത്തിന് ശേഷം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ആളുകളെ കൂടി പ്രവാചകൻ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നമുക്കുള്ള കാരണങ്ങളിൽ മറ്റൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മയും സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ ഒരു മഖ്ബറയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. മഖ്ബറയിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കൊക്കെ അറിയുന്ന ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വദിത്തു അന്നി ഖദ് റഅയ്നാ ഇഖ്വാനന, എന്റെ സഹോദരങ്ങളെ ഞാൻ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുകയാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, ഖാലു അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ താങ്കളുടെ സഹോദരനല്ലേ, ഞങ്ങൾ താങ്കളുടെ സഹോദരങ്ങളല്ലേ എന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, ഖാല അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ അസ്ഹാബുകളാണ്, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്. വ ഇഖ്വാനുനാ അല്ലദീന ലം യഅ്തു ബഅദ്, ഇഖ്വാനുകൾ, സഹോദരങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ വരാനിരിക്കുന്ന ആളുകൾ സ്വഹാബത്തിന് ശേഷം ഖിയാമത്ത് നാൾ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ഓരോരുത്തരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചത് ഇഖ്വാൻ, സഹോദരങ്ങൾ എന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് റസൂലുള്ളാഹി അവരോട് പറയുകയും കൂടി ചെയ്യുകയാണ്. നമ്മെ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ആഗ്രഹിക്കുകയാണ്, അതിനുവേണ്ടി കൊതിക്കുകയാണ്. എന്നും മാത്രമല്ല, നമുക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ ചെയ്യുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ലഭിച്ച പ്രാർത്ഥനയുടെ അവസരം അത് ശുപാർശയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. പരലോകത്ത് നാളെ എല്ലാവരും സൂര്യന് കീഴിൽ വിയർത്തൊലിച്ചു നിൽക്കുമ്പോൾ ഓരോരുത്തരും അള്ളാഹു വിചാരണ ഒന്ന് ആരംഭിച്ചിരുന്നുവെങ്കിൽ എന്ന് കരുതിക്കൊണ്ട് ഓരോ പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ആദം അലൈഹി സ്വലാമയുടെ അടുക്കിലേക്ക്, നൂഹ് അലൈഹി സ്വലാമയുടെ അടുക്കിലേക്ക്, ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ അടുക്കിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തരും അവരവർ ചെയ്തു പോയ അബദ്ധങ്ങളെ കുറിച്ചോർത്ത് ബേജാറായി നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, അള്ളാഹുവെ എൻ്റെ സമുദായം എന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തെ സ്നേഹിച്ച ആ പ്രവാചകനെ നമുക്ക് അവിടെ കാണുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, ഓരോ പ്രവാചകന്മാർക്കും ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുള്ളതായ ഒരു പ്രാർത്ഥനയ്ക്കുള്ള അവസരമുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു, ഓരോ നബിമാരും അതൊക്കെ ഈ ലോകത്ത് തന്നെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അവർക്ക് പ്രയാസമുണ്ടായ സമയത്തിൽ അവരെല്ലാം ആ പ്രാർത്ഥന വിനിയോഗിച്ചു. പക്ഷേ വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി യൗമൽ ഖിയാമ, പക്ഷേ ഞാൻ ആ പ്രാർത്ഥന മാറ്റിവെച്ചു. എന്തിനു വേണ്ടി? എൻ്റെ ഉമ്മത്തിന്റെ ശഫാഅത്തിന് നാളെ ഖിയാമത്ത് നാളിൽ അവർ പ്രയാസപ്പെടുമ്പോൾ ആ ശഫാഅത്ത് ആരംഭിക്കണമെന്ന് അള്ളാഹുവിനോട് പറയുന്നതിന് വേണ്ടി ആ പ്രാർത്ഥനയെ ഞാൻ മാറ്റിവെച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അത്രത്തോളം നമ്മെ സ്നേഹിച്ച പ്രവാചകൻ, ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ കണ്ടിട്ടില്ല എങ്കിൽ പോലും നമ്മയൊക്കെ സ്നേഹിച്ച ആ പ്രവാചകൻ, നമുക്കറിയാം, നമുക്കൊരു പ്രയാസം, ഒരു വിഷമമുണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മെ സഹായിച്ചയാളെ നാം ജീവിതകാലത്ത് ഒരിക്കലും മറക്കുകയില്ല. അത്തരമൊരു ഘട്ടം ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി, നമ്മുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മാറ്റിവെച്ച ആ പ്രവാചകനെ എങ്ങനെയാണ് നമുക്ക് വെറുക്കാൻ കഴിയുക, എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കാൻ കഴിയുക എന്ന് നാം ആലോചിക്കുക. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മിലൊക്കെ ഉണ്ടാകണം. ഇതിനേക്കാളൊക്കെ ഉപരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മേൽ നിർബന്ധമാക്കിയ കാര്യം കൂടിയാണ്.
അനസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ഒരാളുടെയും ഈമാൻ പൂർണ്ണമാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളുടെ ഒരാളുടെയും ഈമാൻ പൂർണ്ണമാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതുവരെ? മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, അവന്റെ മാതാപിതാക്കളെക്കാൾ, അവന്റെ സന്താനങ്ങളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും പ്രവാചകനെ സ്നേഹിക്കുന്നത് വരെ ഒരാളുടെയും ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ നിർബന്ധമായ ബാധ്യതയാണ്. അത് മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, മക്കളെക്കാൾ, സഹോദരങ്ങളെക്കാൾ, ഇണയേക്കാൾ, എല്ലാത്തിനേക്കാളും പ്രവാചകനെ സ്നേഹിക്കണം. എങ്ങനെയാണ് മാതാപിതാക്കളെക്കാൾ പ്രവാചകനെ സ്നേഹിക്കുന്നത്? എങ്ങനെയാണ് സഹോദരങ്ങളെക്കാൾ, സന്താനങ്ങളെക്കാൾ പ്രവാചകനെ സ്നേഹിക്കുന്നത്? മാതാപിതാക്കൾ അല്ലെങ്കിൽ സന്താനങ്ങൾ, സഹോദരങ്ങൾ, ഇവരുടെയൊക്കെ വിഷയത്തിൽ ദീനിയായ എന്തെങ്കിലും ഒരു വിഷയം വരികയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ലാത്ത ഒരു കാര്യം ചെയ്യേണ്ട ഒരു സന്ദർഭം വരികയാണ് അവർക്ക് വേണ്ടി. അപ്പോൾ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. എനിക്ക് മാതാപിതാക്കളെക്കാൾ വലുത്, എനിക്ക് എൻ്റെ സഹോദരങ്ങളെക്കാൾ വലുത്, എനിക്ക് എൻ്റെ സന്താനങ്ങളെക്കാൾ വലുത് എൻ്റെ പ്രവാചകനാണ് എന്നോർത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കണം. ഒരുപക്ഷെ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഇണകളോ ഒക്കെ ഇത്ര തന്നെ ദീനിന് ഗൗരവം നൽകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലരെങ്കിലും പറഞ്ഞേക്കും, ആ താടിയൊന്ന് പഠിച്ചേക്കും, എന്തിനാണ് ഇത്ര ചെറിയ വസ്ത്രം ധരിക്കുന്നത്, അതൊന്ന് കുറച്ച് നീളത്തിൽ ധരിച്ചാൽ എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളെ കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. കൂട്ടുകാർക്കിടയിൽ ഒരുപക്ഷെ അങ്ങനത്തെ ആളുകൾ, എന്തിനാണ് ഇത്ര കണിശത, ഈ സമയത്ത് തന്നെ നിസ്കരിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം, ഒരുപാട് സമയമില്ല, അസർ വരെ സമയമില്ലേ, മുഹർ വാങ്ങു കൊടുത്തു കഴിഞ്ഞാൽ നിസ്കരിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്ന കൂട്ടുകാരെ കാണാൻ സാധിക്കും. അവിടെ ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, കൂട്ടുകാരേക്കാൾ, ഇണയേക്കാൾ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എല്ലാത്തിനേക്കാളും, സമ്പത്തിനേക്കാളും, കച്ചവടത്തിനേക്കാളും ഒക്കെ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് വിശുദ്ധ ഖുർആനും നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുൽ ഇൻ കാന ആബാഉക്കും وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها. പ്രവാചകരെ, നിങ്ങൾ പറയണം, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾ, നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങൾ, നിങ്ങൾ നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടങ്ങൾ, നിങ്ങളുടെ വീടുകൾ, ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് പ്രിയങ്കരമാകേണ്ടത് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള സമരവും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കലൊക്കെയാണ് ഇതിനേക്കാൾ മേലെ നേരത്തെ പറഞ്ഞ മാതാപിതാക്കളും ഒക്കെയാണ് വരുന്നത് എങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. മാതാപിതാക്കളെയോ കുടുംബങ്ങളെയോ സഹോദരങ്ങളെയോ ഒക്കെയാണ് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നതിനേക്കാൾ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരത്തേക്കാൾ നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. ഇങ്ങനെ സ്വന്തത്തിന്റെ എല്ലാ കുടുംബത്തിനേക്കാളും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവനാകണം എന്നതുപോലെ തന്നെ സ്വന്തം ശരീരത്തെക്കാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവനായിരിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമ്മെ പഠിപ്പിക്കുകയാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് സ്വശരീരത്തെക്കാൾ പ്രിയപ്പെട്ടവനാണ്, സ്വശരീരത്തെക്കാൾ പ്രാധാന്യമുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം താങ്കളെയാണ് എന്ന് പ്രവാചകനോട് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നില്ല, അല്ല, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഉടമപ്പെടുത്തിയവൻ തന്നെയാണ് സത്യം, ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, നീ നിന്നേക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു തിരുത്തി പറയുകയാണ്, അതേ റസൂലേ, എനിക്ക് എന്നേക്കാൾ സ്നേഹം താങ്കളെയാണ് എന്ന് പറയുമ്പോൾ അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമർ താങ്കളുടെ ഈമാൻ പൂർണ്ണമായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് സ്വന്തത്തേക്കാൾ, നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തത്തിന്റെ ഒരു ആവശ്യം വരികയാണ്, അങ്ങേയറ്റത്തെ പ്രയാസം നേരിടുകയാണ്, ലോൺ എടുക്കേണ്ട ഒരവസ്ഥ വരികയാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് അത് എന്ന് മനസ്സിലാക്കി സ്വന്തത്തിന് എന്ത് തന്നെ പ്രയാസമുണ്ടായാലും സ്വന്തം ആവശ്യങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അധ്യാപനങ്ങൾക്ക് എതിരാവുകയാണെങ്കിൽ എന്തും സഹിക്കാനും എന്തും ക്ഷമിക്കുവാനും സാധിക്കുക എന്നിടത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പൂർണ്ണമാകുന്നത് എന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിലാണ് ഈമാനിന്റെ മാധുര്യവും അത് ഉൾക്കൊള്ളുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. സലാസത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങളുള്ള ആളുകൾ അവർ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിൽ ഒന്നാമതായി എണ്ണിയത് അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അല്ലാഹു അവന്റെ റസൂൽ അതിലുപരിയായി മറ്റെന്തെല്ലാം ഉണ്ടോ അതിനേക്കാളൊക്കെ ഈ 2 അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക എന്നുള്ളതാണ് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുവാനുള്ള 3 കാരണങ്ങളിൽ ഒന്ന്. അള്ളാഹുവിനെയും റസൂലിനെയും അവയല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളൊക്കെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ മേലുള്ള ബാധ്യത എന്ന് നാം മനസ്സിലാക്കി ആ നിലക്ക് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുക. അങ്ങനെ സ്നേഹിച്ച ആളുകളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം. അതുപോലെ തന്നെ
നമുക്കറിയാം അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഹിജ്റ പോകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകളെല്ലാം വീട് വളഞ്ഞിരിക്കുമ്പോൾ, പ്രവാചകനെ കൊല്ലാൻ വീട് വളഞ്ഞിരിക്കുമ്പോൾ അവിടെ കിടന്നത് അലി റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഉഹുദിന്റെ രണാങ്കണത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അപകടത്തിൽപ്പെട്ട് പ്രവാചകന് നേരെ ആളുകളുടെ ശത്രുക്കളുടെ അമ്പുകളും മറ്റും വരുമ്പോൾ അവിടെ സ്വന്തം ശരീരം സമർപ്പിച്ചത് തൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇങ്ങനെ സ്നേഹിച്ച ആളുകളാണ് സഹാബാക്കൾ. അതുപോലെ സ്നേഹിക്കാൻ, പ്രവാചകനെ ജീവൻ കൊടുത്ത് സ്നേഹിക്കാൻ നമുക്കാകണം. എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരണശേഷം നാം സ്നേഹിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അത് പ്രവാചകന്റെ ജീവിതകാലത്ത് മാത്രമല്ല, മരണശേഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട രൂപങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി വിശ്വസിക്കുക എന്നുള്ളത്. നമുക്കുള്ള ബാധ്യതകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കാലത്ത് സ്നേഹിക്കുന്നതിൻ്റെ വിവിധ രൂപങ്ങളാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി വിശ്വസിക്കുക എന്നുള്ളതാണ് അതിലൊന്നാമത്തേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച നുബുവത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായും സ്വഭാവപരമായുമുള്ള പ്രത്യേകത, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണോ പഠിപ്പിക്കപ്പെട്ടത് ആ കാര്യം പരിപൂർണമായി വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കാലഘട്ടത്തിൽ സ്നേഹിക്കേണ്ടതിന്റെ രൂപങ്ങളിൽ ഒന്ന്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. വിശ്വാസികൾ എന്ന് പറയുന്നത് അവർ അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിച്ച ആളുകളാണ്. എന്നിട്ട് ആ വിശ്വസിച്ച ശേഷമോ സുമ്മ ലം യർതാബു, അതിൽ യാതൊരു സംശയവും ഉണ്ടാകുവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അത് ഈ കാലത്ത് യോജിച്ചതാണോ? അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ അതിനെ സമീപിക്കുക എന്നുള്ളതും ഒരു വിശ്വാസിക്ക് അനുയോജ്യമായ കാര്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകൾ റസൂലിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ സുമ്മലം കർത്താബു, അതിൽ യാതൊരുവിധ സംശയവും ഉണ്ടാവുകയില്ല. ഇസ്ലാം എന്നുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന ദീൻ എന്നുള്ളത് അത് എല്ലാ കാലത്തേക്കും ഉൾക്കൊള്ളാനും ആചരിക്കാനും അത് അനുധാവനം ചെയ്യാനും പറ്റിയതാണ് എന്ന് മനസ്സിലാക്കി സംശയമില്ലാതെ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള ബാധ്യത. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ വരുന്ന ആക്ഷേപങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതും ഈ കാലത്ത് നമുക്ക് പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വഴി കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതങ്ങൾ കൊത്തിവലിച്ചു കയറാൻ ആളുകൾ നിൽക്കുമ്പോൾ അവരുണ്ടാക്കുന്ന വിവാദങ്ങളുടെ വസ്തുത, അവർ പറയുന്ന ആക്ഷേപങ്ങളുടെ വസ്തുത കൃത്യമായി നാം മനസ്സിലാക്കലും അതോടൊപ്പം അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലും കഴിയാവുന്ന വിധത്തിൽ നമുക്ക് നേരിട്ട് പറയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പറയുക. അതല്ല, മറ്റുള്ളവർ പറഞ്ഞു വെച്ചതുണ്ടെങ്കിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകനെ ആക്ഷേപങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുക എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള വഴിയാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിപ്പിക്കുവാനുള്ള കാര്യമാണ്. സ്വലാത്തിന്റെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഒന്നും പറയേണ്ട കാര്യമില്ല. ഒരുപാട് സംസാരങ്ങളിലൂടെ നമ്മളൊക്കെ കേട്ടവരാണ് അതിന്റെ മഹത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തയാൾ അവൻ പിശുക്കനാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടതൊക്കെ നമുക്കറിയാം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം സ്വലാത്തിന് പ്രത്യേക മഹത്വമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ചതാണ്. ഇന്ന് ദിവസങ്ങളിലെ നേതാവാണ്, ഇന്ന് നിങ്ങൾ സ്വലാത്ത് ചെല്ലണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ചതാണ്. ഈ നിലക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ വറസൂലിനാ വഖുദ്വത്തിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് എന്നും സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേറ്റം സ്നേഹിച്ചിരുന്നു. അതുപോലെ നാമും സ്നേഹിക്കണമെന്ന് നാം മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൽ പെട്ടതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി അനുസരിക്കുക എന്നുള്ളത്. രണ്ട് ഷഹാദത്തുകളിൽ ഒന്നാണല്ലോ ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനും അടിമയുമാണ് എന്നുള്ള ഷഹാദത്ത്. ആ ഷഹാദത്തിൻ്റെ പൂർത്തീകരണം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് 4 കാര്യങ്ങളിലൂടെയാണ്. ത്വാഅതുഹു ഫീമാ അമറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും അനുസരിക്കുക. വതസ്ദീഖുഹു ഫീമാ അഖ്ബറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായി സത്യപ്പെടുത്തുക. വജ്തിനാബു മാ അൻഹു നഹാ വസജറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രൂപത്തിലാണോ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചു തന്നത് ആ രൂപത്തിൽ മാത്രം അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത്. ഈ 4 കാര്യങ്ങളാണ്. അപ്പോൾ 4ാമത്തെ പറഞ്ഞ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഇബാദത്തുകൾ പഠിപ്പിച്ചു തന്നത് ആ രൂപത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ ഇബാദത്ത് എന്നുള്ളത്. മേൽ നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് ഇബാദത്താണ്, ആരാധനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും പഠിപ്പിച്ചു തന്ന കാര്യമാണ്. പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് ആരാധനയാണ് എന്നതുകൊണ്ട് തന്നെ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞു തരേണ്ടത്. നമ്മുടെ നമസ്കാരം, നോമ്പ്,
ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് യാതൊരു കൈകടത്തലുകൾ, നമുക്ക് യാതൊരു ഇഷ്ടവും പ്രകടിപ്പിക്കാൻ അഥവാ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യാൻ സാധിക്കാത്തതുപോലെ തന്നെ ളുഹർ 4 റക്അത്താണ് എന്നുള്ളത് അത് കൂട്ടുവാനോ കുറക്കുവാനോ നമുക്ക് അനുവാദമില്ല. നോമ്പ് നിർബന്ധ നോമ്പ് റമദാനിലാണ് എന്നുള്ളത് അത് മറ്റു മാസത്തിലേക്ക് ആക്കുവാനുള്ള അനുവാദം നമുക്കില്ല. എന്നതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഏത് രൂപത്തിലായിരിക്കണം എന്നും പഠിപ്പിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ആ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് പ്രവാചക സ്നേഹം പൂർണ്ണമാകുന്നത്. മറിച്ച് മറ്റ് ഏതെങ്കിലും രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം ദിനം തിരഞ്ഞെടുക്കലോ പ്രത്യേകമായി കൊണ്ട് ആരാധനാകർമ്മങ്ങൾ ചെയ്യലോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല എന്ന് നാം മനസ്സിലാക്കുക. അത്തരം പ്രവാചക സ്നേഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് എന്തെങ്കിലും കാട്ടിക്കൂട്ടലല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പഠിപ്പിച്ചത് ആ വിധേന ചെയ്യുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സ്വലാത്ത് മാത്രമാണ് ശരിയെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത സ്വലാത്തുകൾ ശരിയല്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള പ്രവാചക സ്നേഹം അതും ശരിയല്ല എന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആളുകൾക്ക് ലഭിക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ മഗ്ഫിറത്തും അവർക്ക് ലഭിച്ച സ്ഥാനങ്ങളും ഒന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുകയില്ല. മറിച്ച് അവർക്ക് പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയാണ് ഒരുക്കി വെച്ചത് എന്ന് നാം ഓർക്കുക. അത്തരത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി സ്നേഹിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഉണ്ടാകുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നിന്നും നാം ഏവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും രോഗം ബാധിച്ച ആളുകൾക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം രോഗം ബാധിച്ച ആളുകൾക്കും അവരോടൊപ്പമുള്ളവർക്കും ക്ഷമിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين واستغفروه إنه هو الغفور الرحيم.